അല്ല മോട്ടോ സമയപരിമിതി കൊണ്ടും കുറെ ഓട്ടപ്പച്ചലിന്റെയൊക്കെ പിന്നാലെ ആയതുകൊണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞമ്മക്ക് ഇന്ന് മുതൽ വീഡിയോ ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞമ്മനെ ഒരാള് വിളിക്കല്ലേ, നാലാലി എന്നല്ലല്ലോ, ഏഴാങ്കൂലിന്ന് ഞമ്മനെ ഒരാള് വിളിക്കേണ് ഏഴാങ്കൂലിന്ന്. ആരെന്ന് പറ? നാലാലി നാലും കൂട്ടി മൃഷ്ടാന്നം ഭോജനം കഴിച്ച് തരിപ്പ് തീരാൻ കയ്യാതെ അഞ്ചാമതും നോക്കി നടക്കുന്നു. അഞ്ചാമത് നോക്കി നടക്കുന്നതിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഉടനെ തന്നെ പെറ്റെഴുന്നള്ളും. അതായത് ഇതിവിടെ നിക്കട്ട്, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പൊന്ന മുത്തുമണികളെ, ആർക്കോ 8ാം മാസത്തിൽ പ്രസവിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്ന? 8ാം മാസത്തിൽ പ്രസവിക്കണ കാര്യം എന്താണെന്ന്? അതായത് മുമ്പ് 8ാം മാസത്തിൽ പ്രസവിക്കുന്ന കഥ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയേണ്ടതായിട്ട് വരും. അതായത് എൻ്റെ മോന് സുഖമില്ലാതായ ഒരു സമയമുണ്ട്. അതായത് അവൻ്റെ ഞാൻ അവനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു 6ാം മാസത്തിലെങ്ങാണ്ടാണ്, 6ാം മാസത്തിലോ 7ാം മാസത്തിലോ ആണ് ഞങ്ങൾ അറിയുന്നത് ഇവന് പ്രശ്നമുണ്ട്, കിഡ്നിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ മനസ്സമാധാനമില്ല. ഞാനിങ്ങനെ ഡോക്ടർമാരുടെ പിന്നാലെ വെച്ച് നടക്കുകയാണ്. അതായത് വീട്ടിലിരിക്കാൻ എനിക്ക് ഒരു നിർവാഹവും ഇല്ല, എനിക്ക് മനസ്സമാധാനമില്ല. അങ്ങനെ ഞാൻ ഡോക്ടർമാരെ ചെന്ന് കണ്ട്, അപ്പൊ ഡോക്ടർ അത് പീഡിയാട്രീഷ്യനിലേക്ക് വിട്ട്, പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോയപ്പോഴും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ഒക്കെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് 7ാം മാസത്തിൽ കുഞ്ഞിന് വയ്യ എന്നുള്ളത് ഞാൻ അറിയുന്നു. അപ്പോൾ എൻ്റെ ആവശ്യം എന്നുള്ളത് ഇത് എങ്ങനെയെങ്കിലും പുറത്തെടുത്തിട്ട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. പക്ഷെ ഇതിന് ഡോക്ടർമാര് 2 പേരും ഒന്നടങ്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയിൽ നിന്നും കുഞ്ഞിന് കിട്ടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് 9 മാസം കൊണ്ട് അമ്മയിൽ നിന്ന് അത് കുട്ടിക്ക് കിട്ടണം. ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ അത് കുട്ടിക്ക് കിട്ടാതെ കുട്ടി പ്രായം തികയാത്ത കുട്ടിയായി പുറത്തു വന്നാൽ ആ കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും. ഓൾറെഡി നിങ്ങളുടെ കുട്ടി പുറത്തിറങ്ങുമ്പോൾ വൈകല്യമുള്ള ഒരു കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത ഒരു കുട്ടിയായിരിക്കും. അതിൻ്റെ ഇടയിൽ എന്തിനാണ് നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്? ഈ 100%-ൽ 1% ഈ കുട്ടി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുന്നതല്ലേ. ഇത്രയും നിങ്ങൾ സഹിച്ചില്ലേ, ഇനി നിങ്ങൾ കുറച്ച് 2 മാസം കൂടി നിങ്ങൾ ക്ഷമിക്കുന്നാണ് പറഞ്ഞത്. അപ്പം അല്ലാതെ ഈ മാസം തികയാതെ പ്രസവിക്കുന്ന ചില കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കറിയാവോ? അതെന്ന് പറയുന്നത് ഭയങ്കര കഠിനാധ്വാനികളായ സ്ത്രീകളിലാണ് ഇത്തരത്തില് ഈ മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കേസ് വരുന്നത്. നിങ്ങൾക്കത് അറിയാവോ? അതായത് ഭയങ്കര കഠിനാധ്വാനികളായിട്ട് നിവർന്നും നൂന്നും അങ്ങനെയൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകളിൽ മാസം തികയാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. അപ്പം ഇതില് മാസം തികയാതെ പ്രസവിക്കുന്ന ഞമ്മന്റെ നാലാലിയുടെ കുഞ്ഞിന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ എങ്കിൽ ഇവര് പ്രഗ്നന്റ് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ചെന്ന് കാണുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി 8ാം മാസത്തിൽ പ്രസവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതില് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്താണ് കാര്യം എന്നറിയാം? എൻ്റെ അമ്മയെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചു പെറ്റതല്ലേടി നീ എന്ന് പറഞ്ഞ സമയത്ത് നിന്റെ വയറ്റിൽ ഈ കുഞ്ഞുണ്ട്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരുപാട് അനുഭവിച്ചു തീർത്ത, എൻ്റെ അമ്മ എന്നല്ല, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ഒരു 90% സ്ത്രീകളും ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച് ഒക്കെ ജീവിച്ച് വന്ന ഒരാൾ തന്നെയാണ്. അതില് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചതായിട്ട് ആണ് എനിക്കറിയാവുന്നത്. എനിക്ക് അവരൊരു രാജ്ഞിയെ പോലെയാണ്. അപ്പൊ ഞാൻ നിന്നെ വിമർശിച്ചു എന്നതിന്റെ പേരിലാണ് നീ കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് എൻ്റെ അമ്മയ്ക്ക് നീ ഒരു പേരിട്ടത്. പക്ഷെ ദിവസങ്ങൾ പോലും കഴിഞ്ഞില്ല. പടച്ച തമ്പുരാൻ ആരാണ് പിഴച്ചതും ആരാണ് പെറ്റതും എന്നുള്ളത് പടച്ച തമ്പുരാൻ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചു. ഇനി മറ്റൊരു വിഷയം. നിന്റെ കള്ളങ്ങൾ ഇങ്ങനെ പൊളിക്കുമ്പോ എനിക്ക് എന്തോ സന്തോഷമാണ് മോളെ.
അതായത് മക്കള് പഠിക്കുന്നത് കൊണ്ടാണ് ഞമ്മന്റെ വീട്ടിൽ ടി വി വാങ്ങാത്തത്. ഞമ്മന്റെ വീട്ടിൽ ടി വി വാങ്ങാത്തത് മക്കള് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞമ്മള് മക്കൾക്ക് ഫോണൊന്നും കൊടുക്കാറില്ല. ഞമ്മന്റെ മക്കള് ഫോണൊന്നും നോക്കാറില്ല. അപ്പൊ ഫോണൊന്നും കൊടുക്കാത്തത് കൊണ്ടും ടി വി കാണാനില്ലാത്തത് കൊണ്ടാണ് ഞമ്മന്റെ മക്കളും മോളെ എവിടെ പോയത്? ഉമ്മാന്റെ വീട്ടിൽ പോയത്. അപ്പൊ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഞമ്മള് പ്രസവത്തിന് പോണതിന് മുമ്പ് ഈ മോളിനെ ഞമ്മന്റെ വീട്ടിൽ കൊണ്ടുവരണം. അല്ല മോളെ, എന്തിനു മോളെ അങ്ങനെ? അപ്പൊ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞമ്മളെന്താക്കിന്നറിയാവോ? ഞമ്മളൊരു ടി വി വാങ്ങിച്ച്. അപ്പൊ ഉമ്മാന്റെ വീട്ടിലുള്ള ടി വി ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലേ? ഉമ്മ ചാർജ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ ടി വി കാണാനും ഫോണ് കാണാനും വേണ്ടിട്ട് പോയ ഞമ്മന്റെ മോളിനെ ഞമ്മള് ടി വി വാങ്ങിച്ച് ഫോണ് കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാം ചെയ്ത് ഞമ്മന്റെ മോളിനെ ഞമ്മള് വരുത്തും. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് പുള്ളിക്കാരത്തി എന്നെ പറയാണ്, എന്തെന്ന് പറഞ്ഞ ഏഴാം കൂലിന്ന്. എന്നെ ഏഴാം കൂലിന്ന് വിളിച്ചത് ആരാ? പറ, നിങ്ങൾ പറ. ഞാൻ പറയില്ല, നിങ്ങൾ പറ. എന്നെ ഏഴാം കൂലിന്ന് വിളിച്ചത് ആരാ? നാലാലി. അപ്പൊ നാലാലിയുടെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. അതായത് ഞാലാലി ഞമ്മന്റെ ഇക്കാക്കന്റെ ചാനല് ഞമ്മക്ക് ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റൂല. ഞമ്മക്ക് വേർപ്പിന്റെ അസുഖം പിടിച്ചിട്ടുണ്ട്. ഞമ്മന്റെ ഇക്കാക്ക് ഞമ്മളത് പകർന്നു കൊടുത്തെന്ന്. ഈ ചാണകം ചേരുമ്പോഴാണ് ചാണകം മണക്കുന്നത്, ചന്ദനം ചേരുമ്പോൾ ചന്ദനം മണക്കും എന്ന് പറഞ്ഞ പോലെ ജോലിക്കള്ളീരെ കൂടി അവൻ ഓൾറെഡി കള്ളനാണ്. അവൻ ഓൾറെഡി ജോലിക്കള്ളനാണ്. ഇപ്പൊ ഈ ജോലിക്കള്ളീരെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്കള്ളിക്ക് ഇപ്പൊ പിന്നെ വീട്ടു ജോലിക്ക് ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് വീട്ടു ജോലിക്ക് അങ്ങ് എടുത്തു. അപ്പൊ ഇക്കാന്റെ ശമ്പളം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സന്ധ്യ ആവുമ്പോഴത്തേക്ക് പോയി ഓരോ കുപ്പിയൊക്കെയാണ് മുമ്പ്. ഇപ്പൊ ഒരു 3-4-5 കുപ്പിയൊക്കെ ആയി. മക്കളെ, ഇന്നലെയും അവിടെ എന്തൊരു അടി കിടന്നല്ലോ മക്കളെ. നിന്റെ മക്കള് വിളിക്കുമ്പോ ഉപ്പാ എന്നാണ് വിളിക്കുന്നതെന്ന് തന്നെ മക്കളെ. അപ്പൊ പുള്ളിക്കാരി പുതിയ 2 ചാനലുണ്ടല്ലോ. 2ാമത്തെ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവസുറ്റതും ഓജസുറ്റതും ഒക്കെ ആക്കി എടുക്കണം. എന്നാലേ ഞമ്മക്ക് കുറച്ചുകൂടി വരുമാനം കിട്ടുള്ളൂ. ചെലവൊക്കെ കൂടി വരെയില്ലേ മക്കളെ. അപ്പൊ ആ ചാനലില് ഞമ്മന്റെ ഷെഫീന താത്തേനെ കുറിച്ചും അവരുടെ ഉമ്മാനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് ഞമ്മന്റെ രേണു അസുഖം ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. ആര് പറഞ്ഞു? രേണു ഒരു ഇന്റർവ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് കണ്ടില്ല? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോളെ. ഇനി പിന്നെ മൂത്ത മോനെ നോക്കാനൊക്കെയാണ് ഈ പുള്ളിക്കാരത്തി, അതായത് ഈ രേണു ഇത്തരത്തിൽ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. മൂത്ത മോനല്ല, ഇവരുടെ 2ാമത്തെ മോനെ. അതേപോലെ ഈ വീഡിയോയില് പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. മൂത്ത മോനെ ഇവർ നോക്കിയിട്ടുണ്ട്. മൂത്ത മോന്റെ സ്വന്തം അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ രണ്ടാനമ്മ ആ മോന്റെ അടുത്ത് ആ രണ്ടാനമ്മയും രണ്ടാനമ്മയുടെ കുടുംബവും ആ മോന്റെ അടുത്ത് ചെയ്ത കാര്യങ്ങൾ, ആ മോൻ ഇപ്പോ 22 വയസ്സെങ്ങാണ്ടായെന്ന് തോന്നുന്നു, 22-23 വയസ്സായി. ഈ വയസ്സിൽ ആ മോൻ തന്നെ വന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, സ്വന്തം അച്ഛനിൽ നിന്ന് പോലും കുറച്ച് സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു റൂമിലിരുന്ന് ചിന്തിച്ച് മടുത്ത ഞാൻ ഒരുപാട് മോശം വഴികളിലൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കി എന്ന് അവകാശപ്പെടുമ്പോ അവരവരുടെ സ്വന്തം മകനെയാണെങ്കിൽ ഇത്തരത്തിൽ വിടുമോ? ഇല്ല, അത് സ്വന്തം മോനല്ല. അപ്പൊ സ്വന്തം മോനല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ അവൻ വഴിവിട്ട ജീവിതം നയിച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ, രേണുസുതി തന്നെ വന്ന് പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്തൊരു നോക്കിയെന്നാണ് മോളെ പറയണത്? അവിടെ ഇരിക്കട്ടെ. ഇനി രേണുസുതി ആരോട് സഹായം ചോദിച്ച് പോസ്റ്റ് ഇട്ടിട്ടില്ല എന്ന്. മോളെ, സഹായം ചോദിച്ച് പോസ്റ്റ് ഇടുക എന്നുള്ളത് മാത്രമല്ല വിഷയം. എനിക്ക് അസുഖമാണ്, എനിക്ക് ഓർമ്മകളില്ല, എനിക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പൈസ ആവശ്യമാണ്,
പിന്നെ ഈ നീ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഞമ്മ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോ 200 രൂപ തന്ന് ഞമ്മ ഇപ്പുറത്തെ വീട്ടിൽ വരുമ്പോ 100 രൂപയെങ്കിലും തരണ്ടേ. ഞമ്മക്ക് സായിബാബ, അവരെയൊന്നും പറഞ്ഞില്ലല്ലോ, സായി ചേട്ടൻ നമുക്ക് AC വെച്ച് തന്നു, 2 ലക്ഷം രൂപ തന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ ഇത് കണ്ട് പഠിക്കാം. നന്മയാണ് പ്രധാനം, പ്രൊവൈഡ് ചെയ്യുന്നത് നന്മയാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടില്ലാന്നേ ഉള്ളൂ കേട്ടാ. പിന്നെ എല്ലാവർക്കും മാനസിക രോഗമാണ്, ഷെഫീന താത്തയ്ക്ക് ഭ്രാന്താണ്. മോളെ, ഷെഫീന താത്തയ്ക്ക് ഭ്രാന്താണോ നിനക്ക് മാനസിക രോഗമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മാനസിക രോഗവും ഭ്രാന്തും രണ്ടും ഒന്നല്ലേ മുത്തേ? ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. ഇനി ഉമ്മാക്ക് വടി വാങ്ങിച്ചു കൊടുക്കാൻ ഉമ്മ പ്രാഞ്ചിയാണ് നടക്കണമെന്ന്. മോളെ വയസ്സാവുമ്പോ എല്ലാരും പ്രാഞ്ചി നടക്കും. അതിൽ വടി യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഷെഫീന താത്തയുടെ ഉമ്മയ്ക്ക് വടി വാങ്ങിച്ചു കൊടുത്തില്ല എങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് വടിയുടെ ആവശ്യമില്ല. ഇപ്പൊ എന്റെ ഭർത്താവ് നടക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ നടക്കാൻ വേണ്ടി ഞാൻ വാക്കർ വാങ്ങിച്ചിട്ടുണ്ട്, വടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ആ മനുഷ്യൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ നടക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, നടക്കാനും പറ്റൂലായിരുന്നു. പിന്നെ എങ്ങനെ ആ മനുഷ്യൻ നടന്ന്? ഞങ്ങളെ പിടിച്ചുകൊണ്ട് നടന്നു. അതായത് ഉറപ്പില്ലാത്ത ഒരു ഇരുമ്പ് തണ്ടിനേക്കാൾ ഉറപ്പുള്ള ഞങ്ങളെ ആ മനുഷ്യൻ വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ആ മനുഷ്യൻ നടന്നു. അപ്പൊ ഈ ഉമ്മ പ്രാഞ്ചി നടക്കുമ്പോഴും എന്തുകൊണ്ട് വടി ഉപയോഗിക്കുന്നില്ല എന്ന് നിനക്ക് മനസ്സിലായില്ല മോളെ? നിന്റെ ഉപ്പ നിന്നെ വളർത്തിയതുപോലെയല്ല ആ ഉമ്മാന്റെ മക്കളെ വളർത്തിയത്. ആ ഉമ്മാന്റെ മക്കളെ ഉമ്മാനെ വടി ഉപയോഗിക്കേണ്ടി വരാത്ത രീതിയിൽ അവരെ കൊണ്ട് നടക്കാൻ അവര് തയ്യാറാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? സംഭവം പുള്ളിക്കാരത്തിയുടെ വീഡിയോ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാണിച്ചപ്പം എനിക്ക് പണി തരും. എനിക്ക് എന്നെ എങ്ങനെ വീഴ്ത്താമെന്ന് പറഞ്ഞും കൊണ്ട് കുറേ ആൾക്കാർ, ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത ആൾക്കാർ വരെ എന്നെ തകർക്കാനുള്ള ഗൂഢാലോചനയിൽ ഭാരവാഹികളാണ്. എന്തായാലും അത്രയധികം ശത്രുക്കളെ സമ്പാദിച്ചല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി വീഡിയോ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവളുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ അവൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾ ഞാൻ എഴുതി വെച്ച് എനിക്ക് അതിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മോളെ ഉമ്മാക്ക് വടിവാൻ. ഇനി വെപ്പാട്ടി കൂലിക്കാരി എന്നൊക്കെ ആരെയടി നീ വിളിക്കണത്? എന്നെ അടി എടി പാവം പിടിച്ച എന്നെ നീ വെപ്പാട്ടി വരെ ആക്കി. അത് ഒരാണ് പോലും അല്ല ആ ഷെഫീന താത്തേനെ. എടി എന്റെ താത്തയാകാനുള്ള പ്രായമുള്ള നീ എന്നെ ലെസ്ബിയൻ ആക്കിയല്ലേ? കാണിച്ചു തരാടി. പിന്നെ ഒരു വെപ്പാട്ടി കൂലിക്കാരീനെ വെച്ചിട്ടുണ്ട് അത്രേ. പക്ഷെ അതൊന്നും അവർക്ക് ബാധിക്കൂല. ചുമ്മാ നിന്നെ ബാധിക്കുന്നില്ലേ? ബാധിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് ഇങ്ങനെ തലക്കൊഴിഞ്ഞ് കളയൂലേ, അതുപോലെ കളഞ്ഞെന്ന് തന്നെ. പക്ഷെ എനിക്കിതിനെ അങ്ങനെ കളയാൻ പറ്റൂല മോളെ. പിന്നെ അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി പറയണ ഒരു കാര്യമുണ്ട്, റബ്ബിനെ ഓർത്ത് നിനക്കൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടേന്ന്. എടി ഞങ്ങൾക്ക് രോഗാവസ്ഥയില്ല, ഗർഭാവസ്ഥയില്ല, അല്ല രോഗകാലഘട്ടം ഇല്ല, ഗർഭകാലഘട്ടം ഇല്ല. അപ്പൊ ഞങ്ങൾ റബ്ബിനെ ഓർത്ത് മിണ്ടാതിരിക്കേണ്ട കാര്യം എന്ത്? ഇതെല്ലാം ഉള്ള നിന്റെ അവസ്ഥ. അതായത് നീ എന്നെ പറയുന്നുണ്ട് കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, കുടുംബക്കാരില്ല, പിന്നെ നിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിയുടെ നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കുടുംബക്കാരില്ല, ഇതൊന്നും ഇല്ല. പക്ഷെ എന്നാ നിനക്ക് റബ്ബിനെ ഓർത്ത് 24 മണിക്കൂർ ലൈവ് ഇട്ടും വീഡിയോ ഇട്ടും നിന്റെ ഉമ്മാനെയും നിന്റെ മക്കളെയും നിന്റെ പിന്നെ നാട്ടുകാരെയും നിന്റെ ഉപ്പാനെയും ഒക്കെ തെറി വിളിക്കുന്ന സമയം പോരേടി നിനക്ക് റബ്ബിനെ ഓർത്ത് മിണ്ടാതിരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്. എടിപ്പോട്ട് 10 മാസം ഉണ്ടല്ലോ, പ്രസവിക്കാൻ ഒരു 10 മാസം ഇല്ലേ, ഒരു കത്തെങ്കിലും നീ എനിക്ക് ഓതിക്കൂടേടി. വല്ലാത്തൊരു സാധനം തന്നെ അടി നീ. എന്നിട്ട് ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് റബ്ബിനെ ഓർത്ത് മിണ്ടാതിരുന്നൂടേന്ന്. കാരണം റബ്ബിനെ ഓർത്തിട്ടെങ്കിലും മിണ്ടാതിരുന്നാലേ ഇവക്ക് ദണ്ടാൻ പറ്റൂ. കൊണ്ടാക്കിയ പൈസ മാത്രം ഈ കുടിയൻ തിന്നും കുടിച്ചും തീർത്തു മക്കളെ. ഇനി അമ്മ മിണ്ടാതിരുന്നിട്ട് വേണം ഇവർക്കിനി അടുത്ത് പിരിവെടുക്കാൻ വേണ്ടിയിട്ട്. അല്ല മോളെ, നിനക്ക് പിരിവ് തന്ന ആരെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് കരഞ്ഞ് നിലവിളിച്ച് മൂക്ക് പിഴിഞ്ഞെന്നൊക്കെ കേൾക്കുന്നു. സത്യാണ്. ഇനി വീട് കാട് ചെത്തി, അതാണ് പോയിന്റ്. അതായത്
ഇവള് പറയുന്നുണ്ട് ഷെഫീന താത്തയുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ, ആ കക്കൂസിനൊക്കെ ഒരു ഡോറൊക്കെ വെച്ചൂടേന്ന്. എടേ അവിടെ അവര് താമസം ഇല്ല, അവരിനി അവിടെ താമസിക്കാനായിട്ട് വരുന്നുമില്ല. എപ്പോഴും നിനക്ക് ഇങ്ങനെ ലോഡ്ജിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല, നിനക്ക് എപ്പോഴെങ്കിലും അവിടെ വന്ന് താമസിക്കേണ്ടേന്ന്. അവിടെ വന്ന് താമസിക്കൂല അവര്, കാരണം അവർക്ക് അവിടെ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ്. വിൽക്കല്ലെങ്കിൽ അത് അവർ പണി ചെയ്തിട്ട് വാടകയ്ക്ക് കൊടുക്കും. പിന്നെ അവിടെ ആൾ താമസം ഇല്ല എന്നറിഞ്ഞിട്ട് പൊന്നു മോളെ, ഇപ്പൊ നിന്റെ കൂടെ വന്ന് താമസിക്കുന്ന ജാക്കി ചാൻ നീ എന്തൊക്കെ കാണിച്ചിട്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ് നിന്റെ പരാതി എന്നുള്ളത് ഞാൻ അറിഞ്ഞായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാത്തത് കൊണ്ട് തന്നെ നിനക്കിനി അടുത്ത മട്ടൻ കറിയും വെച്ച് കട്ടിലിന്റെ അടിയിൽ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. എവിടെയൊക്കെയാ നിന്റെ കുൽസിത പരിപാടികൾ കഴിഞ്ഞു പോയത്? റബ്ബർ കാട്ടില്, കട്ടിലിന്റെ അടിയില്, ബന്ധുക്കളുടെ വീട്ടില്, ഇനി വേറെ എവിടെയൊക്കെയാണ്? ഇനി ഇതൊന്നും നടക്കൂല. കാരണം റബ്ബർ കാട്ടിൽ പോയാൽ ആൾക്കാർ ഉറ്റുനോക്കും, വീട്ടിൽ ആരെങ്കിലും വന്നാലും അതും ഉറ്റുനോക്കും. അപ്പൊ എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലം വേണമെന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷെഫീന താത്തയുടെ വീട് ഒഴിഞ്ഞു കിടക്കണമെന്ന്. അവിടെ നിന്ന് പോയൊക്കെ നോക്കി, അതും ഒരു സന്ധ്യ സമയം. ഈ സന്ധ്യ സമയത്തൊക്കെ അവിടെ പോയാൽ ആരെങ്കിലും കാണും, ആരും കാണൂല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് മട്ടൻ കറിയും വെച്ചും കൊണ്ട് വീട്ടിലോട്ട് ചെന്ന് കയറില്ലേ പൊന്നു മോളെ, അവിടെ കെയർ ടേക്കർ ഉണ്ടെന്ന്. ഇനി കെയർ ടേക്കർ ഇല്ലെങ്കിൽ നല്ല വല്ല പാമ്പും കാണും കേട്ടോ, വല്ല പാമ്പും പിടിച്ച് കൊത്തും കൊച്ചേ. ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ചെന്ന് നിൽക്കല്ലേ, ആ വീട്ടിലൊന്നും ചെന്ന് കയറല്ലേ. ഇനി അവിടെ സ്വന്തം വീട്ടിൽ നിന്ന് പിടിച്ചപ്പോഴേ നാട്ടുകാരെടുത്തിട്ട് അലക്കി വെളുപ്പിച്ച്, ഇനി വല്ലവന്റെയും വീട്ടിൽ ഇങ്ങനെ കയറിയിട്ട് എന്റെ പൊന്നുമോളെ ആൾക്കാര് അലക്കി വെളുപ്പിക്കാൻ മാത്രമല്ല വെച്ചേക്കൂല, മനസ്സിലായ? ഇനി അതേ കണക്ക് അതേപോലെ ഈ കാടും പറമ്പും ഒക്കെ വൃത്തിയാക്കിക്കൂടെ എന്ന് ഇവള് പറയണതിന്റെ ഒപ്പം തന്നെ ഇവള് ഒരു കാര്യം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്, ഇവർക്ക് ശാരീരിക വൈകല്യം ഉണ്ട് എന്ന്. അപ്പൊ ശാരീരിക വൈകല്യമുള്ള ആള് ഇനി ആ വീടും പറമ്പും, അവര് താമസിക്കാത്ത വീട്ടിന്റെ പറമ്പും ഇതെല്ലാം വൃത്തിയാക്കിയിടണം. എന്തായാലും അവരാളെ വെച്ച് അത് വല്ലപ്പോഴും ഒക്കെ വന്നിട്ട് വൃത്തിയാക്കി പറക്കിയൊക്കെ ഇടും. നിനക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്, അവര് വല്ലപ്പോഴും ഒക്കെ ചെന്നിട്ട് അത് വൃത്തിയാക്കി പറക്കിയൊക്കെ ഇടും. ഇനിയിപ്പോ വൃത്തിയാക്കി പറക്കി ഇട്ടേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളെയും വിളിച്ചും കൊണ്ട് പോവല്ലേ എന്റെ പൊന്നുമോളെ, വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് പഠിക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇങ്ങനെ പരക്കം പാഞ്ഞു ഓടിയ ഈ പണ്ടുള്ളവർ പറയും വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ പരിപാടികൾക്ക് നിൽക്കരുത്. ഇനി പ്രായത്തിനെ ബഹുമാനിച്ച് വീഡിയോ ചെയ്യാൻ ഇത് ആരാണ് ഈ പറയണം? നിന്റെ ഉമ്മയ്ക്ക് എത്ര വയസ്സുണ്ടടി? നിന്റെ ഉമ്മാനെ പ്രായത്തിനെങ്കിലും നീ ബഹുമാനിക്കുന്ന, പോട്ട് സ്ഥാനത്തിനെ ബഹുമാനിക്കുന്ന, ഒരു പ്രായം അവിടെ നിൽക്കട്ട്, സ്ഥാനത്തിനെ ബഹുമാനിക്കുന്ന നീ കേവലം വെള്ളി നാണയത്തിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ പച്ച നാണയങ്ങൾക്ക് വേണ്ടിയിട്ട് പെറ്റ വയറിനെ വിറ്റ് തിന്നുന്നവളെ, പച്ച നാണയങ്ങൾക്ക് വേണ്ടി പെറ്റ വയറിനെ വിറ്റ് തിന്നുന്ന നീ പ്രായത്തിനെ ബഹുമാനിക്കാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു. പരനാറി. ഇനി അടുത്തതാണ് അതിനേക്കാളും വിശേഷം എന്ന് പറയുന്നത്. അതായത് ഷെഫീന താത്തയുടെ അടുത്ത് പോയി ബോഡി ഫുള്ള് ചെക്കപ്പ് ചെയ്യുന്നു. അതായത് ക്യാൻസർ രോഗീനെ എന്തോ പറഞ്ഞ് അത്ര, അപ്പൊ ബോഡി ഫുള്ള് ചെക്കപ്പ് ചെയ്യ്, നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് നടക്കൂന്ന് സംഭവിക്കൂന്ന്. മോളെ അവർക്ക് മാത്രമല്ല മക്കളുള്ളത്, പക്ഷെ നിന്റെ മക്കൾക്കൊന്നും അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ആ എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ അറിയുന്നില്ലല്ലോ പാപിയായ ഒരു സ്ത്രീയുടെ വയറ്റിലാണ് അവർ ജനിച്ചത് എന്ന്. ഇതൊക്കെ അറിയുന്ന ഒരു സമയം വരും. 12 വയസ്സായപ്പോൾ തന്നെ നിന്റെ മോള് നിനക്ക് എതിരെ വിരലി ചൂണ്ടി തുടങ്ങി, നിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആര് പറഞ്ഞാലും പറയിപ്പിച്ചതല്ലെങ്കിലും നിന്റെ മോള് നിനക്കെതിരെ വിരലി ചൂണ്ടിയെങ്കിൽ ഉറപ്പായും ആ ആൺകുട്ടികൾ വിരലായിരിക്കൂല ചൂണ്ടണത്, വിരലായിരിക്കൂല. അപ്പൊ അതുകൊണ്ട് മക്കളെല്ലാവർക്കും ഉണ്ട്, മക്കളിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യൂ എന്നുള്ള കാര്യം നിന്റെ ജീവിതത്തിൽ അച്ചട്ടാണ്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് മറ്റുള്ള മക്കളെ നീ രോഗം കൊണ്ടാണ് നീ കളിയാക്കുന്നത് എങ്കിൽ നിന്റെ മുന്നിലിരിക്കുന്നവര് നിന്റെ ചെയ്തി കൊണ്ടുള്ള ബെനിഫിറ്റ് അവരിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കിടന്നുണ്ട്. മതിക്കല്ലേ മോളെ, ഈ എന്താ പറയുക മതളകിയ ആനയെ പോലെ. ഇനി അടുത്തത്, ഈ ഷെഫീന താത്തേരെ ഉമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നരഫോജിയെ പോലെ ഉണ്ട്. എന്നിട്ട് അവള് വേറൊരു കാര്യം അതിൽ പറയണുണ്ട്,
അതായത് ഷാനിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാക്കി ചാനിന്റെ ഉമ്മ 10 ആണെങ്കിൽ ഇവരെ ഉമ്മ 20 ആണെന്ന്. അപ്പൊ ജാക്കി ചാന്റെ ഉമ്മ നരഭോജി ആണ് എന്നുള്ളത് നീ സമ്മതിക്കുന്നുണ്ട്. ഈ ജാക്കി ചാന്റെ ഉമ്മ നരഭോജി ആണ്. എന്തായാലും ഷെഫീന താത്തയുടെ ഉമ്മ അവര് വയസ്സായത് കൊണ്ട് ഈ വയസ്സായവരുടെ കോലവും ഗുണവും ഒക്കെ മാറും മോളെ. പിന്നെ അവരാ നാട്ടിലുള്ളവർക്കൊക്കെ പേടിയാണ് എന്ന്. ഇത്രയും വയസ്സായിട്ടും അവരാ നാട്ടിലുള്ളവർക്ക് പേടിയാണ് എങ്കിൽ അവരെത്ര ഉഷിരുള്ള സ്ത്രീ ആയിരുന്നിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കടി. ആലോചിച്ച് നോക്ക്. നിന്റെ അമ്മേനെ കണക്കിന് ആരുടെയെങ്കിലും വീട്ടിൽ പോയാൽ അടിച്ചിറക്കി വിടുന്നത് പോലെ അല്ല അവർക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടും ഉണ്ട്, കുറെ മക്കളും ഉണ്ട്, അവർക്ക് താങ്ങാൻ കുറെ മക്കളും ഉണ്ട്. അവരാരെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ 5 കെട്ടി 10 കെട്ടി 100 കെട്ടി എന്നൊന്നും അവര് പറയുന്നില്ല. നിനക്കങ്ങ് അവര് നാട്ടിലുള്ളവർക്ക് പേടിയാണെന്ന്. അപ്പൊ അവരെത്ര ഉഷിരുള്ള സ്ത്രീ ആയിരിക്കും, അവരെത്ര തൻ്റെ ഇടമുള്ള സ്ത്രീ ആയിരിക്കും. ഇത്രയും വയസ്സായിട്ടും അവരെ കണ്ടാ നാട്ടിലുള്ളവർ ഭയക്കുന്നുണ്ട് എങ്കിൽ പച്ച അവരതി വയസ്സായ. നീ ഇപ്പൊ കുറച്ച് നേരത്തെ കൂടി പറഞ്ഞ എന്തോന്നാണ് വയസ്സിനെ മാനിക്കണമെന്ന്. നിന്നെ എന്ത് ചെയ്തടി അവരുടെ ഉമ്മ, ഷെഫീന താത്തയുടെ ഉമ്മ നിന്നെ എന്ത് ചെയ്തിട്ടാണ് അവരെ ഇത്രയും നീ പറയണത്? ആലവിലാതി നിന്റെ അമ്മായിയമ്മയ്ക്ക്, അതായത് നിന്റെ അമ്മായിയമ്മയല്ല, നിന്റെ കാമുകന്റെ തള്ളക്ക് കുത്തിക്കിഴപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് അവരെ വിളിച്ചു, അവരെ വായിരിക്കണത് വാങ്ങിച്ചു പിടിച്ചു. അതിന് ഇവരെ ഉമ്മ എന്ത് ചെയ്ത്? അവരുടെ നാട്ടില് അവർക്ക് നല്ല പേരാണെന്ന്. നിന്റെ നാട്ടില. ഇനി ഷെഫീന താത്തയുടെ നാട്ടിൽ പോയാല് അവർക്ക് നല്ല പേരാണ്. നിന്റെ നാട്ടിൽ വന്നാല അയ്യോ, ഈ പണ്ടുള്ളവർ പറയും എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറാ രോഗങ്ങളൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ എൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഇതുപോലത്തെ രോഗമുള്ള ആളായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് നീ ഓൾറെഡി പിഴച്ച ജന്തു. അപ്പൊ നിന്റെ കൂടെ നിന്നെ പോലെ പിഴച്ച് നടക്കുന്നവരാണ് ഇവരൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നീ കാണിക്കുന്ന ഒരു വ്യഗ്രത. നിന്റെ നാട്ടിൽ വന്ന നിന്റെ പെറ്റതള്ള തന്നെ. നീ പോയില്ലേ ഷെഫീന താത്തയുടെ വീട്ടില് അവരുടെ ഉമ്മാന്റെ അടുത്ത് നിന്ന് ഷെഫീന താത്തനെ കുറിച്ച് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് കിട്ടി നിനക്ക്? എന്ത് കിട്ടി? അപ്പോഴും നീ പറയുന്നുണ്ട് ശത്രു ആയാലും മിത്രമായാലും കേറി വരി മക്കളെ എന്ന് ആ സ്ത്രീ പറഞ്ഞെന്ന്. അപ്പൊ ഷെഫീന താത്തയുടെ ഉമ്മയുടെ മഹത്വം എവിടെ കിടക്കുന്നു? നിന്റെ മഹത്വം എവിടെ കിടക്കുന്നു? അല്ലല്ലേ അത്. പിന്നെ അതേപോലെ തന്നെ പൊന്നാര മോള് പറയുന്നുണ്ട് ഇവരുടെ നാത്തൂനൊക്കെ ഇവളുടെ ജാക്കി ചാന്റെ കുടുംബക്കാരാണ് എന്ന്. അതുകൊണ്ട് പറഞ്ഞാൽ നിന്റെ ജാക്കി ചാന്റെ അടുത്ത് വന്നിട്ട് ഇവരുടെ കുറ്റം കുറവും പറയുന്നത് പോലെയാ. എടി നിന്റെ കുടുംബത്തിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ അയൽക്കാര്, നിന്റെ മഹല്ലുകാര് എന്താണ് നിന്നെ കുറിച്ച് പറയണമെന്ന് നിനക്ക് വല്ല ബോധ്യം ഉണ്ടാ? അവിടെ വന്ന പോയ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അല്ല മോളെ, നീ ഏതാ വീട്ടിന്റെ പാലുകാച്ചിന്റെ വീട്ടിൽ പോയവരാണ് നിന്റെ വീട്ടിൽ വന്നതെന്നൊക്കെ പറയണത് തന്നെ സത്യം തന്നെ. ഇപ്പൊ പാലുകാച്ചിന് പോയവര് ഇവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പോയിട്ട് തിരിച്ചു പോകുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്, ആ മോള് രക്ഷപ്പെട്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവൾക്ക് ഇത്ര ദണ്ണവും ഇത്ര സങ്കടവും വന്നത് എന്താണെന്നറിയാമോ? ക്യാൻസർ പേഷ്യൻ്റായ രേണു സുധീനെ കുറിച്ച് ഷെഫീന താത്ത എന്തെല്ലാമോ പറഞ്ഞെന്ന്. പൊന്നുമോളെ, കുറച്ച് നാളുകൾ പോലും ആയില്ലല്ലോ നീ ഇതേപോലൊരു ക്യാൻസർ രോഗം ബാധിച്ച ഒരു സ്ത്രീ അവർക്ക് ആളുകൾ ദാനം കൊടുത്ത പൈസയിൽ നിന്ന് കുറച്ച് പൈസ നിനക്ക് ദാനം തന്നിട്ടുണ്ടായിരുന്നു. അയ്യോ എടി, ഇലനക്കി പട്ടീരെ ചെറുനക്കി പട്ടി. ഒരു ക്യാൻസർ രോഗം ബാധിച്ച് ജീവിക്കുന്ന ആ സ്ത്രീയുടെ മനസ്സിനെ പോലും നീ കബളിപ്പിച്ചേ. അത് കഴിഞ്ഞ് അവര് നിനക്ക് കുറച്ച് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പൈസ അയച്ചു തന്നിട്ട് അവര് രോഗബാധിതയാണ്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നിനക്ക് ആ പൈസ അയച്ചു തന്നത്. അത് അയച്ചു തന്നതിന് ശേഷം 3 ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും അവരോട് പണം ആവശ്യപ്പെട്ട നിന്നെ അവര് ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ ഇത്തരത്തിൽ നിനക്ക് ഇതുപോലെ പൈസ തന്ന് കബളിപ്പിക്കപ്പെട്ട വീണ്ടും നിന്റെ പണചൂഷണത്തിന് ഇരയായ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിലൊട്ടുമിക്ക ആൾക്കാരും എന്നെ കോണ്ടാക്റ്റും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ഞങ്ങളെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ എൻ്റെ കുടുംബത്തിനെയും ഇതുപോലെ ഇവൾ അപമാനിക്കും, അതുകൊണ്ട് ഞങ്ങളെ പബ്ലിക്കിൽ കൊണ്ടുവരരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അവരെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. എന്നാൽ ഈ ആഷ ചേച്ചി അവർക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പലതവണ എൻ്റെ ലൈവുകളിലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ ഇട്ടുകൊണ്ടും ഇവർ വന്നതിന്
അവരുടെ രോഗാവസ്ഥയെ ഇവളും ഇവളുടെ മൈലാഞ്ചിക്കാട് മയി അവനും കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് ജനങ്ങളെ, നിങ്ങൾ മറന്നുപോയോ? അതായത് ഇവൾക്ക് വരേണ്ടത് ക്യാൻസർ ആയിരുന്നില്ല, എയ്ഡ്സ് ആണ് എന്ന്. മോളെ, അങ്ങനെ പറഞ്ഞ നിനക്കങ്ങ് വേദനിച്ചു പോയല്ലേ? വേദനിച്ചു പോയോ? അയ്യോ, ഉപദേശക സമിതി ഉപദേശിക്കാൻ പറ്റിയ സാധനം. അതായത് അവരുടെ അധ്വാനത്തിന് അവർക്കാരോ അയച്ചു കൊടുത്ത പണം വാങ്ങിച്ച് തിന്നിട്ട് വീണ്ടും അവരോട് പണം ആവശ്യപ്പെട്ടപ്പോ നിന്നിൽ നിന്നും അവർ നേരിട്ട ആ ഒരു ചൂഷണം, അത് പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നീ പബ്ലിക്കിൽ പറഞ്ഞ ഒരു കാര്യമാണ് പുന്നാര മുത്തേ, അവർക്ക് വരേണ്ടിയിരുന്നത് ക്യാൻസർ അല്ല, എയ്ഡ്സ് ആണ് എന്ന്. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി സ്ത്രീയെ? എന്ത് യോഗ്യത ഉണ്ട്? അത് പറയുമ്പോഴും നിന്റെ വയറ്റിൽ ഉണ്ട്. മനസ്സിലായ? ഒരു ശാപവും ആ കുഞ്ഞിന്റെ തലയിൽ ഉണ്ടാവരുതേ എന്ന് നീ ഇനിയെങ്കിലും ദുആ ചെയ്യടി പൊട്ടിക്കാളി.